വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ അതായത് പ്രീവിയസ് ഇയർ PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ അതായത് പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായ ടോപ്പിക്കാണ് അല്ലേ. അതായത് റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ 2022, 23, 21 ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Question number 1. Which of the following statement are true about the resistance of a material? താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1. റെസിസ്റ്റൻസ് വേരി ഡയറക്ട്ലി ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് വേരീസ് ഇൻവേഴ്സ്ലി അറ്റ് ദ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ എന്താണ് നോക്കുക, ബോത്ത് 1 and 4 സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ബോത്ത് 2 and 3. ഓപ്ഷൻ സി ബോത്ത് 1 and 2. ഓപ്ഷൻ ഡി 4 ഓൺലി. അപ്പോൾ നമുക്ക് എന്താണ് റെസിസ്റ്റൻസിനെ കുറിച്ച് കൂടുതലായിട്ടെല്ലാം അറിയാം അല്ലേ. റെസിസ്റ്റൻസ് അതായത് പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്താണ് റെസിസ്റ്റൻസ് R=ρL/A എന്നൊരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ ഈ ഒരു ആൻസർ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഞാൻ അടുത്ത സ്ലൈഡിലാണ് ഓരോ ആൻസേഴ്സും നിങ്ങൾക്ക് ആയി കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻ കറക്റ്റായി കണ്ടുപിടിക്കുക. ഓക്കെ, കാരണം ഞാൻ ഡയറക്റ്റായിട്ട് ആൻസർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇതാണ് ആൻസർ വേണ്ടി നമ്മൾ പോകും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലൈഡിൽ എന്താ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു PPTയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഫുൾ നമ്മൾ വായിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമുക്കൊരു ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അല്ലേ. ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്കൊരു ക്ലൂ തന്നു കഴിഞ്ഞു. എന്താണ് R=ρL/A എന്നൊരു ഓപ്ഷൻ അല്ലേ. അത് വെച്ചിട്ട് തന്നെ അതായത് റെസിസ്റ്റൻസ് എന്താണ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തിനാണ് ρL, അതായത് എന്താണ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ അത് കറക്റ്റ് അല്ല. ഓപ്ഷൻ 2 കറക്റ്റ് അല്ല. ഇവിടുത്തെ 2 എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. അതുകൂടാതെ എന്താണ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നാച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം അല്ലേ. നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് അവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഓപ്ഷൻ 4 കറക്റ്റാണ് ഇവിടുത്തെ അല്ലേ. പക്ഷേ 3, 2 അതുപോലെ ഇറ്റ്സ് വേരീസ് ഡയറക്ട്ലി ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണോ? അല്ല, ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? അപ്പോൾ താഴെ തന്നിട്ടുള്ള അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്കറിയാം ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് വരുമ്പോൾ നോക്കാം കേട്ടോ. ഓപ്ഷൻ ഡി ആണോ, ബി ആണോ, എ ആണോ, സി ആണോ എന്നൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് മെറ്റീരിയലിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഓപ്ഷൻ എ ആസിഡ്, ഓപ്ഷൻ ബി സീ വാട്ടർ, ഓപ്ഷൻ സി പ്യുവർ മിനറൽ ഓയിൽ, ഓപ്ഷൻ ഡി ഗോൾഡ്. അപ്പോൾ നമുക്കറിയാം ഏതിലൂടെയൊക്കെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ബെസ്റ്റ് കണ്ടക്ടറാണ് ഏതൊക്കെയാണ്? ആസിഡിലൂടെ കണ്ടക്ടർ ചെയ്യാറുണ്ട് അല്ലേ. സീ വാട്ടർ യൂസ് ചെയ്തിട്ടും കണ്ടക്ട് ചെയ്യാറുണ്ട്, ഗോൾഡിലും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി വയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തത് അതായത് കോപ്പർ മെറ്റീരിയൽ, ഗ്രാഫൈറ്റ് അങ്ങനെയുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് നമ്മളെ നോക്കുക. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് കറണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു 4 ഓപ്ഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഏതാണ്? മിനറൽ ഓയിൽ കണ്ടക്ട് ചെയ്യില്ല എന്ന് നമുക്കറിയാം, ബാക്കിയെല്ലാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസേഴ്സ് നോക്കാം. അടുത്ത് തന്നെ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ്, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി അല്ല കണ്ടക്ടിവിറ്റീൻ്റെ SI യൂണിറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും യൂണിറ്റുകൾ പഠിക്കുക. ഏതൊരു ഇതാണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം, അതുപോലെ അങ്ങനെ കണ്ടക്ടർ, ഇൻസുലേറ്റർ അങ്ങനെ എല്ലാത്തിൻ്റെയും കണ്ടക്ടിവിറ്റിയുടെ കണ്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ
എല്ലാത്തിൻ്റെയും എസ്ഐ യൂണിറ്റ് നന്നായി വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. കാരണം എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എ സീമെൻസ് പെർ മീറ്റർ, ഓപ്ഷൻ ബി സീമെൻസ് പെർ സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ സി ഓം പെർ മീറ്റർ, ഓപ്ഷൻ ഡി ഓം മീറ്റർ. ഓം പെർ മീറ്റർ, ഓം മീറ്റർ ഒക്കെ എന്താണ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും ഒന്നും എല്ലാം നമുക്ക് അറിയാം. എന്നാലും നോക്കാം നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, question number 4. Two wires A and B have the same cross section and are made up of the same material. എന്താണ് രണ്ട് വയേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി എന്ന രണ്ട് വയേഴ്സ് ഉണ്ട്. ആ രണ്ട് വയേഴ്സിനും സെയിം ക്രോസ് സെക്ഷനുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസ് ഓഫ് എ ഈസ് 600 ഓം. എ എന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ട് 600 ഓം ആണെങ്കിൽ ബി എന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് 200 ഓം ആണെങ്കിൽ ദ നമ്പർ ഓഫ് ടൈംസ് എ ഈസ് ലോങ്ങർ ദാൻ ബി ഈസ് ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 0.33, ഓപ്ഷൻ ഡി 6. ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, അതുപോലെ സെയിം മെറ്റീരിയലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ട് രണ്ടിൻ്റെയും ലൈൻ RA എന്നൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ RB എന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ RA/RB എന്ന് പറഞ്ഞാൽ എന്താണ് 600/200 എന്ന് കിട്ടും. സിമ്പിളായി ചെയ്യുകയാണെങ്കിൽ 600/200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 3 എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 3 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻസേഴ്സൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഓപ്ഷൻ നോക്കി പ്യുവർ മിനറൽ ഓയിൽ എന്താണ് പ്യുവർ മിനറൽ ഓയിലാണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. നോൺ കണ്ടക്റ്റിംഗ് അല്ലേ, നോൺ കണ്ടക്റ്റിംഗ് ഏതാണ് പ്യുവർ മിനറൽ ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ഉള്ള എല്ലാ കാര്യത്തിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. മറ്റേ അതിൻ്റെ യൂണിറ്റ് എന്താണ് സീമെൻസ് പെർ മീറ്റർ ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് വന്നിട്ട് 3 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസിയാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം, ആൻസേഴ്സ് നമുക്ക് അതിന് ശേഷം നോക്കുകയും ചെയ്യാം അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് ഏകദേശം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75/2023 നടന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായി വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. ഈ കണ്ടക്ടറിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കണ്ടക്ടർ ഡയമീറ്റർ, ഓപ്ഷൻ ബി കണ്ടക്ടർ മെറ്റീരിയൽ, ഓപ്ഷൻ സി കണ്ടക്ടർ ലെങ്ത്, ഓപ്ഷൻ ഡി കണ്ടക്ടർ റേഡിയസ്. അപ്പോൾ എന്തിനായിരിക്കും സ്പെസിഫിക് റെസിസ്റ്റൻസ് നമുക്കറിയാം. ഏതാണ് റോ ഈക്വൽ ടു RA/L. അതാണ് ഫോർമുല അല്ലേ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ. സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ് അറിയാലോ. എന്താണ് ഫോർമുല? റോ ഈക്വൽ ടു RA/L. ആ ഒരു ഫോർമുല നമ്മുടെ മൈൻഡിൽ വെക്കുക. അപ്പോൾ അത് എന്തിനൊക്കെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഏതൊരു സാധനം എടുത്താണ് അപ്പോൾ എന്താണ് കണ്ടക്ടറിൻ്റെ ഡയമീറ്ററിനെയാണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് കണ്ടക്ടറിൻ്റെ ഡയമീറ്ററും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ കണ്ടക്ടർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കണ്ടക്ടർ മെറ്റീരിയലിനെ. കണ്ടക്ടർ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഇൻവേഴ്സിലി ആണ് അല്ലേ. പിന്നെ കണ്ടക്ടറിൻ്റെ റേഡിയസിനെയോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടക്ടറിൻ്റെ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കുക. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ വയർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ആ മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ അല്ലേ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ആൻഡ് ദ മെറ്റീരിയൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതെന്താണ് കണ്ടക്ടർ ഓഫ് എ മെറ്റീരിയലിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Question number 2. When 5 resistors each of 40 watt are connected in parallel, the net resistance of a combination is dash ohm. വളരെ ഈസിയാണ്. നമ്മൾ സീരീസ് കണക്ഷൻ, റെസിസ്റ്ററിൻ്റെ സീരീസ്, അതുപോലെ റെസിസ്റ്ററിൻ്റെ പാരലൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 5 റെസിസ്റ്റൻസ് എങ്ങനെയാണ് 40 വാട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആണെങ്കിൽ അതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 2.8 ചെയ്ത് നോക്കാം കേട്ടോ. 2.8 റിലേറ്റഡ് ആണ് ആൻസർ. അതുപോലെ ഗിവ് 3 ഈക്വൽ റെസിസ്റ്റൻസ്. ഇത് വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണ്. 3 ഈക്വൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ 3 ഈക്വൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് ഹൗ മെനി കോമ്പിനേഷൻ ഓഫ് ദിസ് 3 റെസിസ്റ്റൻസ് ക്യാൻ ബി മെയ്ഡ്, അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് എത്ര റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 5. അപ്പോൾ ഏകദേശം നമ്മൾ വരച്ച് നോക്കാം. അതായത് ഒരു സീരീസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പിന്നെ എന്താണ് ഒരു പാരലൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 കോമ്പിനേഷനായി. പിന്നെ ചെയ്യുന്നത് നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സീരീസും പാരലലും ആയിട്ട് വയ്ക്കുക.
പിന്നെ എന്താണ് പാരലലും സീരീസും. അങ്ങനെ 4 കോമ്പിനേഷൻസാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് 4 കോമ്പിനേഷൻസേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ഈക്വൽ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എത്ര കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എണ്ണമാണ് പറ്റുള്ളൂ കേട്ടോ, ഓപ്ഷൻ എ. അതേസമയം 2 ഈക്വൽ റെസിസ്റ്റൻസ് ആണ് ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എത്ര കോമ്പിനേഷൻസ് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ 3 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്താണ്? കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. കണ്ടക്ടർ മെറ്റീരിയൽ അല്ലേ കറക്റ്റ്. സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ എന്താണ്? നിയർലി 2.8 ചെയ്ത് നോക്കാം. ഓക്കെ, തേർഡ് വണ്ണിൻ്റെ ആൻസർ വന്നിട്ട് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോമ്പിനേഷൻ ഓഫ് 3 റെസിസ്റ്റൻസ് ആണ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതായത് 110/2022 ചെയ്ത ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇനി പറയുന്നില്ല, നോക്കുക ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇങ്ങനെയുള്ളതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം ഓഫ് എ മെറ്റീരിയൽ ഈസ് ഫിൽഡ് വിത്ത് 4 ഇലക്ട്രോൺസ്. ദ മെറ്റീരിയൽ ഈസ് നോൺ ആസ്. ഇത് എന്ത് റിലേറ്റഡ് ആയിട്ടാണ്? കണ്ടക്ടറാണോ, സെമി കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ അല്ലേ? ഓപ്ഷൻ തന്നെ തന്നിട്ട് എ എന്താണ്? സെമി കണ്ടക്ടർ, ബി കണ്ടക്ടർ, സി ഇൻസുലേറ്റർ, ഡി സൂപ്പർ കണ്ടക്ടർ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം ഓഫ് എ മെറ്റീരിയൽ, നമ്മുടെ വാലൻസ് ഷെൽ ഉണ്ട് അല്ലേ, നമുക്കറിയാം എന്താണ് ആറ്റം റൊട്ടേറ്റ് ചെയ്യുന്ന ഓർബിറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആറ്റംസ് ഓഫ് മെറ്റീരിയൽസ് ഈസ് ഫിൽഡ് വിത്ത് 4 ഇലക്ട്രോൺസുമായി ഫിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ നമ്മൾ എന്താണ് പറയപ്പെടുന്നത്? നോക്കാം, കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ആൻസർ അല്ലേ. ഓപ്ഷൻ എ സെമി കണ്ടക്ടറാണോ, കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ, സൂപ്പർ കണ്ടക്ടറാണോ എന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഈസ് ആർ ആൾസോ നോൺ എസ് സെമി കണ്ടക്ടർ. താഴെ തന്നിട്ടുള്ള മെറ്റീരിയലിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, അതായത് ജെർമേനിയം, യുറേക്ക, എബണൈറ്റ്, സിലിക്കൺ. നമുക്കറിയാം സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഗെയിൻ സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? 1 and 4 ഓൺലി. ഓപ്ഷൻ ബി 2 and 4 ഓൺലി. ഓപ്ഷൻ സി 2 and 3 ഓൺലി. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഏതാണ് തന്നിട്ടുള്ള മെറ്റീരിയൽ? അപ്പോൾ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, ഇൻസുലേറ്ററിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ജെർമേനിയം സിലിക്കണാണ് അല്ലേ, ജെർമേനിയം സിലിക്കണായിട്ടാണ് എന്താണ് സെമി കണ്ടക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 1 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. നോക്കാം, ആൻസേഴ്സ് വരുമ്പോൾ നോക്കാം. ഓക്കെ, question number 3, which of the following statement is correct about resistance of pure metallic conductor? താഴെ തന്നിട്ടുള്ളതിൽ എഗെയിൻ എന്താണ് പ്യുവർ മെറ്റാലിക് കണ്ടക്ടർ റെസിസ്റ്റൻസ് താഴെ തന്നിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? എഗെയിൻ റിപ്പീറ്റഡ് ആണ് അല്ലേ, ഇത് നമ്മുടെ റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ ഒരുപാട് ഇനിയും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റാലിക് സെമി കണ്ടക്ടേഴ്സ്? ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ 1 എന്താണ്? ഏത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള? സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3, സ്റ്റേറ്റ്മെൻറ്റ് 4 എന്ന് വായിക്കൂ. റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ദ ഡിക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസിങ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എന്തായിരിക്കും വരിക? അതായത് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ. പ്യുവർ മെറ്റാലിക് കണ്ടക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്യുവർ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടേഴ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? അതൊരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കൂടുന്തോറും അവിടുത്തെ ടെമ്പറേച്ചറും കൂടും ഈ റെസിസ്റ്ററിൻ്റെ. പക്ഷേ ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. സെമി കണ്ടക്ടറിലും ഇൻസുലേറ്റേഴ്സിലും എന്താണ് വരുന്നത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് വരുന്നത്. അതിൽ പിന്നെ ഒരു പ്രത്യേകത എന്താണ് വരുന്നത്? അത് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുന്തോറും അവിടെ എന്താണ്? ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. ഏതിൽ? ഇൻസുലേറ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും. ബട്ട് ഇൻ കേസ് ഓഫ് പ്യുവർ മെറ്റാലിക് കണ്ടക്ടേഴ്സ്, അതായത് കണ്ടക്ടേഴ്സിൽ എന്താണ്? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അതൊരു കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസിങ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതും കറക്റ്റാണ്. അപ്പോൾ ഏതാണ്? ബി ആണെന്ന ഓപ്ഷനാണ് കറക്റ്റ്. അതായത് 1ഉം 2ഉം ആണ് ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാൽ അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഏതാണ്? ബി തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലേ, ഓപ്ഷൻ. ഞാൻ നെക്സ്റ്റ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4, ഇഫ് 10 numbers of 200 ohm resistance are connected in parallel across a 12 volt DC supply, what will be the effective resistance appeared across the supply? അതായത് 200 ohm റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ. വീണ്ടും എന്താണ്? റെസിസ്റ്റൻസിൻ്റെ കണക്ഷനാണ് തന്നിട്ടുള്ളത്. സീരീസ് അല്ല, പാരലലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ്? 12 volt DC സപ്ലൈയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അപ്പിയർ അക്രോസ് ദ സപ്ലൈ എന്തായിരിക്കും? ഇപ്പം 10 ഉണ്ട്,
200 ഓം ഉണ്ട്. അപ്പോൾ എന്താണ് 1/R1 + 1/R2 + up to 10 വരെ കൊടുക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്രയാണ്? 200/10 ചെയ്താൽ എത്രയാണ്? 20 ഓം കിട്ടും അല്ലേ? എല്ലാം സെയിം ഓം റെസിസ്റ്റൻസ് ആണ്, വാല്യൂസ് ഒന്നും ഡിഫറൻസ് ഇല്ല. 10 200 ഓം റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആൻസർ എത്രയാണ്? 200/10 ചെയ്താൽ എത്രയാണ്? 20 ഓം. അതായത് ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഞാൻ കണ്ണോക്കിയല്ലോ, ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം സെമി കണ്ടക്ടർ ആണ് ആൻസർ. സെക്കൻഡ് വൺ എന്താണ്? 1 and 4 ഓൺലി, അതാണ് ആൻസർ വരുന്നത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഈസ്. ഞാൻ പറയുന്നു എഗെയിൻ നമ്മൾ യൂണിറ്റുകൾ പഠിക്കുക. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ ആംപിയർ, ഓപ്ഷൻ ബി മോ, ഓപ്ഷൻ സി ഓം, ഓപ്ഷൻ ഡി വോൾട്ട്. ഏതാണ്? മോ ആണ് യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് അല്ലേ? കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ ബി മോ ആണ്. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ ഈസ് കാൾഡ്. ഇത് ട്വിസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പെട്ടെന്ന് കിട്ടില്ല നമുക്ക് ആൻസർ. നോക്കിയേ, ഓപ്ഷൻ എ ഓം, ഓപ്ഷൻ ബി ഇമ്പിഡൻസ്, ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി, ഓപ്ഷൻ ഡി റെസിസ്റ്റിവിറ്റി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്. അതായത് റെസിസ്റ്റിവിറ്റി പറഞ്ഞാൽ എന്താണ്? അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, 2 റെസിസ്റ്റൻസ് 10 ഓം ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ്. അപ്പോൾ ഓരോ റെസിസ്റ്റൻസും പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ പാരലലായി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ. 2 റെസിസ്റ്റൻസേ ഉള്ളൂ, 10 ഓം ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും? 2 10/2 എത്രയാണ്? 5 ഓം ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ എന്താണ്? മോ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? 5. ഞാൻ പറഞ്ഞില്ല, എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഇത് നോക്കി വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ദ റെസിപ്രോക്കൽ ഓഫ് എ റെസിസ്റ്റൻസ് ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? ഇതും നമ്മൾ നോക്കണം. അതുപോലെ മാഗ്നറ്റിക്കിൻ്റെ കേസിൽ എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അപ്പോൾ അതും ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്താണെന്നാണ്? ഓപ്ഷൻ എ സസെപ്റ്റൻസ്, ഓപ്ഷൻ ബി കണ്ടക്റ്റൻസ്, ഓപ്ഷൻ സി ഇമ്പിഡൻസ്, ഓപ്ഷൻ ഡി റിയാക്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ? എന്തായിരിക്കും? റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റ് ചെയ്യുക. അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? കണ്ടക്ട് ചെയ്യുക. ഇവിടെ എന്താണ്? കണ്ടക്റ്റൻസ് അല്ലേ? അതിനെയായിരിക്കും ആൻസർ വരുന്നത് അല്ലേ? അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, കണ്ടക്റ്റൻസ് ആണ് ആൻസർ വരുന്നത്. സസെപ്റ്റൻസോ ഇമ്പിഡൻസോ റിയാക്റ്റൻസോ ഒന്നും ആയിരിക്കില്ല. എന്താണ്? കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് കണ്ടക്റ്റൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ദ മെറ്റീരിയൽ വിച്ച് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ്. എഗെയിൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസിൻ്റെ കേസിൽ നെഗറ്റീവ് ടെമ്പറേച്ചറും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സുമാണ് എന്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയി വരുന്നത് ഏതാണ്? നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അലുമിനിയം ഒരു കണ്ടക്ടറാണ്, കോപ്പർ ഒരു കണ്ടക്ടറാണ്, ബ്രാസ് ഒരു കണ്ടക്ടറാണ്. പക്ഷേ കാർബൺ എന്താണ്? ഇറ്റ്സ് നോട്ട് എ കണ്ടക്ടർ അല്ലേ? അപ്പോൾ എന്താണ്? കാർബൺ ആണ് ഇവിടെ എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് മെറ്റീരിയലായി വരുന്നത്. ഏതാണ്? കാർബൺ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കണ്ടക്റ്റൻസ് ആണ്. സെക്കൻഡ് വൺ ഏതാണ്? കാർബൺ ആയിട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1, ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ഡ്യൂ ടു വിച്ച് ഇറ്റ് പാസ് ഇലക്ട്രിക്കൽ കറണ്ട് ഈസ് കാൾഡ്. അതായത് എന്താണ്? ട്വിസ്റ്റഡ് ആണ്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് മാറ്റി ചോദിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ കണ്ടക്റ്റൻസ് തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ വേറൊരു രീതിയിൽ ചോദിച്ചു, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ രീതിയിൽ. അതായത് കണ്ടക്ടർ ഡ്യൂ ടു വിച്ച് പാസ് ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഏതാണ്? ഏത് കണ്ടക്ടറിനെയാണ് നമ്മൾ പറയുന്നത്? ഓപ്ഷൻ എ ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ ബി കപ്പാസിറ്റൻസ്, ഓപ്ഷൻ സി റിലക്റ്റൻസ്, ഓപ്ഷൻ ഡി കണ്ടക്റ്റൻസ് അല്ലേ? റെസിപ്രോക്കൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു. സെയിം അതെന്താണ്? കണ്ടക്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അതായത് പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ഡ്യൂ ടു വിച്ച് ഇറ്റ് പാസ് ഇലക്ട്രിക്കൽ കറണ്ട് ഈസ് കാൾഡ്. ഏതാണ് എന്ന് പറയുന്നത്? കണ്ടക്റ്റൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അഗെയിൻ റിപ്പീറ്റഡ് ആണ് അല്ലേ? നെഗറ്റീവ്
നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? സെമി കണ്ടക്ടറും ഇൻസുലേറ്റേഴ്സും ആണ് എൻ്റെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ. പോസിറ്റീവ് ടെമ്പറേച്ചർ ഏതാണ്? നമ്മുടെ കണ്ടക്ടേഴ്സ് ആണ് അല്ലേ, കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടറും ഇൻസുലേറ്റേഴ്സും ആയതിലേതാണ് ഗോൾഡ്, ബ്രാസ്, കാർബൺ, മാഗ്നൻ. കാർബൺ തന്നെയാണ് എഗെയിൻ വരുന്നത് അല്ലേ, അതെന്ത് തന്നെയാണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരി ഇൻവേഴ്സ്ലി. യെസ്, ഞാൻ പറഞ്ഞു നമ്മുടെ ഫോർമുല അത് ഓർത്ത് വയ്ക്കുക. എന്താണ്? R = ρl/a. അപ്പോൾ എന്താണ്? ഇൻവേഴ്സ്ലി എന്താണ്? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ലെങ്ത്, റെസിസ്റ്റിവിറ്റി, ഡയമീറ്റർ, ടെമ്പറേച്ചർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് സാധാരണ വരുന്നത്, പക്ഷെ അതില്ലാത്ത കാരണം ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ഡയമീറ്റർ ആണ് ആൻസറായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓരോ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഏതാണ്? കണ്ടക്റ്റൻസ് ആണ്. സെക്കൻഡ് വണ്ണിൻ്റെ ഏതാണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ വരുന്നത് കാർബൺ ആണ്. തേർഡ് വൺ ഏതാണ്? ഡയമീറ്റർ തന്നെയാണ് പറയുന്നത്. ആക്ച്വലി ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ.